ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. ദൈവസന്നിധിയിൽ ഇപ്രകാരം കടന്നു വന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് ആയിരിക്കുവാൻ കർത്താവ് ഇങ്ങനെ അവസരം തന്നുവല്ലോ. ഹല്ലേലൂയ. ഞാൻ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ നമുക്കിങ്ങനെ കടന്നു വരുവാൻ, സ്വസ്ഥമായി ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ഹല്ലേലൂയ, ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ഭാഗ്യമാണ്. എത്രയോ ആളുകൾക്ക് അങ്ങനെയുള്ള അവസരം ലഭിക്കാതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മെക്സിക്കോയിലുള്ള അവിടെയുള്ള ദൈവദാസന്മാർക്ക് നമ്മൾ മാസത്തിലൊരിക്കൽ അവിടെ പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ സൂമിലൂടെ മീറ്റിങ്ങുകൾ വയ്ക്കാറുണ്ട്. വളരെ ദൂരത്തിൽ നിന്ന് ആളുകൾ കടന്നു വന്ന് ആ വചനം കേൾക്കാൻ വേണ്ടി വരും. കണ്ടമലിലുള്ള ദൈവദാസന്മാർ അതേപടി തന്നെ 80 മൈൽ 60 മൈൽ അങ്ങനെ ദൂരത്തുനിന്ന് ആളുകൾ കടന്നു വന്ന് തലേ ദിവസം രാത്രിയിൽ അവിടെ വന്ന് പാർത്ത ശേഷം നമുക്ക് ഈ സൂമിലൂടെ ആ മീറ്റിങ്ങിൽ അവർക്ക് പങ്കെടുക്കുവാൻ വേണ്ടി അവർ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. അവരുടെ ദൈവവചനത്തോടുള്ള ആ ആർത്തിയും അവർ കേൾക്കുവാനുള്ള അവരുടെ മനസ്സുമൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പലപ്പോഴും ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കാറുണ്ട്, മഹത്വപ്പെടുത്താറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ് നമുക്ക് ദൈവത്തിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും സഹോദരങ്ങളോട് ഒരുമിച്ചായിരിക്കുവാനും ഒക്കെ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ആകയാൽ ഇന്ന് രാത്രിയിൽ നമ്മൾ സന്തോഷമുള്ളവരായിട്ടായിരിക്കാം. കർത്താവ് നൽകിയ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാമല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ ബുധനാഴ്ച ദിവസങ്ങളിലെല്ലാം നമ്മൾ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുകയായിരുന്നു. അതിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ തന്നെ നമ്മളായിരിക്കുന്നു. അതിലെ ചില വാക്യങ്ങൾ പഠിക്കുവാൻ തക്കോണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കി. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും ആ വചനം പഠിക്കുവാൻ തക്കോണം കർത്താവ് നമ്മളെ ഇടയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം, കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. ഇന്ന് രാത്രി കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ക്രിയ ചെയ്യുവാൻ തക്കോണം ഇടയാക്കണമേ കർത്താവെ. അത് 100 മേനി വിളയുവാൻ തക്കോണം ഇടയാകണം. തക്ക സമയത്ത് അത് ഫലം കായ്ക്കുവാൻ ഇടയാക്കണം എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാമല്ലോ. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് വരുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പരിശോധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മളിൽ സ്ഥിരത ഉണ്ടാക്കുന്നു എന്നറിഞ്ഞ് നമ്മൾ സന്തോഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മളോട് പറയുന്നുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് പരിജ്ഞാനത്തിന് വേണ്ടി യാചിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ ആ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അത് നമ്മളോട് ഇടപെടുവാൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമുക്ക് ഇടപെടുവാൻ തക്കോണം ഇടയായിത്തീരും. ദൈവസന്നിധി നമ്മൾ സന്തോഷിക്കണം. കർത്താവിനോട് നമ്മൾ ഈ വക കാര്യങ്ങൾ ചോദിക്കണം, നമ്മൾ വിശ്വാസത്തോടെ ചോദിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, പരീക്ഷയിലൂടെ അല്ലെങ്കിൽ ഈ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അത് നല്ല മനസ്സോടെ നമ്മൾ സഹിക്കുന്നുവെങ്കിൽ നമ്മൾ ജീവകിരീടം പ്രാപിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ 13 മുതലുള്ള വാക്യങ്ങളാണ് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെല്ലാം ഒരൊറ്റ സെഗ്മെൻ്റായിട്ട് ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എങ്ങനെ പരിശോധനയെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദൈവപൈതലിനെ ഏൽക്കുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ടെംപ്റ്റേഷൻസ്, ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലനിലൂടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറച്ച് സ്പിരിച്വലി മെച്ചുവറായി കഴിയുമ്പം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അങ്ങനെ പരീക്ഷകളൊന്നും പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ആയിത്തീരാറില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് തോന്നാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എത്ര വലിയ വിശുദ്ധനാണെങ്കിലും എത്ര സ്ട്രോങ് ആണെങ്കിലും അവൻ മനുഷ്യനാണെങ്കിൽ പരീക്ഷയിലൂടെ അവൻ കടന്നു പോകേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ പരിശോധനയല്ല, ടെംപ്റ്റേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകും. അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ നമ്മളോട് പറയുക. ഹല്ലേലൂയ. നമ്മൾ ഈ വേദഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വേദഭാഗമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും
നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത് മാത്രമല്ല, ആരെങ്കിലുമൊക്കെ ആ ഒരു പ്രതിസന്ധിയിലൂടെ പോയി വീഴുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നി നമ്മൾ പറയും, അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചത്, അദ്ദേഹം പ്രസംഗിക്കുന്ന ആളായിരുന്നില്ലേ, അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ച ആളായിരുന്നെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്, എന്നാൽ അദ്ദേഹം വീണുപോയല്ലോ, അതെന്താണ് അങ്ങനെ എന്നുള്ള സംശയത്തിൻ്റെതായിട്ടുള്ള ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരാറുണ്ട്. എന്നാൽ യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കോണം ഇടയാകണം. ഹല്ലേലൂയ. കാരണം ഇത് ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമായത്. ഹല്ലേലൂയ. എത്ര നല്ല രീതിയിൽ സ്ട്രോങ് ആണ് എന്ന്, അല്ലെങ്കിൽ നമ്മൾ വളരെ ആത്മീയമായി ബലപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഭൂമിയിലായിരുന്ന സമയത്ത് താന് ഹല്ലേലൂയ താന് ഉപവസിക്കേണ്ടതിന് വേണ്ടി മരുഭൂമിയിലേക്ക് കടന്നുപോയി. എന്നാൽ അവിടെ തന്നെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി പിശാച് അവിടെ കടന്നു ചെന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി പിശാച് കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ നമ്മളെ പരീക്ഷിക്കുവാൻ നിശ്ചയമായിട്ടും അവൻ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് പരീക്ഷകളൊന്നും സഹിക്കേണ്ടി വരത്തില്ല. കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ പരീക്ഷ അതിനകത്തൂടെ പോയി അതെല്ലാം ഫെയിലായി, എന്നിട്ട് നമ്മൾ അറിയാത്ത സ്ഥിതിയിൽ പലരും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എന്നാൽ വിശ്വാസിയായിരിക്കുന്ന ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അവൻ്റെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ അവൻ അതിനെ അതിജീവിക്കുവാൻ തക്കോണം ഇടയായി തീരണം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അതിൻ്റെ 13 മുതലുള്ള ചില വേദഭാഗങ്ങൾ ഇന്ന് രാത്രി ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമല്ലോ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ പ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. മതി. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഈ ഒരു ഭാഗം നമ്മുടെ ഹൃദയത്തിനകത്ത് വളരെ വളരെ നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് അത് ഉറപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവം താൻ പരീക്ഷിക്കപ്പെടുന്നതുമില്ല, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന, പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പരീക്ഷകളിലേക്ക് ദൈവം ഒരിക്കലും നമ്മളെ തള്ളിവിടുകയില്ല. ഇന്ന് രാത്രിയിൽ ആ ഭാഗം വളരെ വളരെ ശ്രദ്ധിക്കണമേ. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും പാപത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് പോകുമ്പം നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെയാണ്. ഞാൻ അങ്ങനെ എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, ദൈവം എന്നെ ഇങ്ങനെ ആക്കി വെച്ചത്, അതിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല, അത് ദൈവത്തിൻ്റെ കുഴപ്പമാണ്. നമ്മൾ പറയുകയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം വന്നത് ഇതുകൊണ്ടാണ് എന്ന് പറയുമ്പം നമ്മൾ ആ ബ്ലെയിം പെതുക്കെ മാറ്റുകയാണ്. ദൈവം എന്നെ അവിടെ പരിപാലിച്ചില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വീണുപോയി. നമ്മൾ പറയാതെ തന്നെ ദൈവത്തെ കുറ്റക്കാരനാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ഉറച്ചിരിക്കണം. അപ്പം ആരുടെ കുഴപ്പമായത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, ഞാൻ പരീക്ഷിക്കപ്പെട്ട് ഞാൻ അതിൽ വീണു പോയെങ്കിൽ അത് എൻ്റെ കുഴപ്പമാണ്. എന്നാൽ ദൈവം പരീക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാ പരീക്ഷിക്കുന്നത്? നമുക്കറിയാം, പിശാച് പരീക്ഷിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ടെംപ്റ്റേഷൻസ് കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പിശാചാ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. 1 പത്രോസ് 5:8.
1 പത്രോസ് 5:8. Yeah. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പൊ നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് അവന് ഊടാടി, അല്ലെങ്കിൽ അവൻ ഊടാടി സഞ്ചരിക്കുന്നു, അവൻ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാനോ നിങ്ങളോ ഒരു സൂവിൽ ചെല്ലുമ്പം ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണെന്നിരുന്നോട്ടെ, നമ്മൾ മൃഗങ്ങളെയൊക്കെ കണ്ട് സന്തോഷിച്ചിങ്ങനെ പോകുമ്പോൾ മൈക്രോഫോണിനകത്തൂടെ അല്ലെങ്കിൽ മൈക്കിനകത്തൂടെ ആരോ വിളിച്ചു പറയുകയാണ്, ഒരു സിംഹം ഇവിടെ ഇറങ്ങി നടപ്പുണ്ട്, നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോണമെന്ന് പറയാമെങ്കിൽ അതുവരെയുള്ള നമ്മളെ സന്തോഷം അങ്ങോട്ട് മാറും. നമ്മൾ നിശ്ചയമായിട്ടും നമ്മൾ അന്നേരം രക്ഷപ്പെടുവാനുള്ള മാർഗം നോക്കും. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുക, ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച പിശാച് അവൻ നടക്കുക, അലറുന്ന സിംഹം എന്ന വണ്ണം നടക്കുക. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരാൾക്കും പറയാൻ പറ്റത്തില്ല എൻ്റെ ആത്മീയ നിലവാരം ഇത്രയും ഉയർച്ചയിലുള്ളതായതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും പരീക്ഷിക്കപ്പെടത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ വചനത്തിന്റെ ആവശ്യമില്ല. ആ വചനം അവിടെ പറയുന്നത് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം നടക്കുക. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുക, പരീക്ഷിക്കപ്പെടുമ്പം ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. നമ്മൾ പലപ്പോഴും ദൈവത്തെ ബ്ലെയിം ചെയ്യുന്ന ആളുകളായിട്ട് തീരാറുണ്ട്. ഇത് ആദ്യം തുടങ്ങിയത് ഏദൻ തോട്ടത്തിലാണ്. നമുക്കറിയാം, ദൈവം ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്ന് ആദമേ നീ എവിടെയെന്ന് ചോദിക്കുമ്പം ആദം അടുത്ത മറുപടി പറയുന്നത്, ഞാൻ നഗ്നനാകിയാൽ അവൻ ഒളിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ദൈവം പറയുന്നു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഈ ചോദ്യം ചോദിക്കുന്നോടനെ ആദം പറയുന്ന ആദ്യത്തെ വാചകം എന്താണെന്ന് ചോദിച്ചാൽ, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന ഈ സ്ത്രീ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പക്കാരൻ ഞാനല്ല, ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ല, എൻ്റെ കൂടെ ഒരു സ്ത്രീയെ തരണമെന്ന് ഞാൻ പറഞ്ഞില്ല, നീയാ വിചാരിച്ചത് ഞാൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന്, അങ്ങനെ സ്ത്രീയെ കൊണ്ടു തന്നത് നീയാണ്, ആ സ്ത്രീ എനിക്ക് അത് തന്നതുകൊണ്ട് ഞാൻ തെറ്റിപ്പോയി. സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറയുക, എൻ്റെ കുഴപ്പമല്ല, പാമ്പ് എനിക്ക് തന്നു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറയുന്നത്? നീയാണ് പാമ്പിനെ സൃഷ്ടിച്ചത്. അപ്പൊ ഈ ബ്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന ഈ സ്വഭാവം നമ്മുടെ തുടക്കം മുതലേ ഉള്ളൊരു കാര്യമാണ്. ഇതറിയാവുന്നതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ഒറ്റയാളും പറയാൻ പാടില്ല ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു. കാരണം ദൈവം നമ്മളെ പാപം ചെയ്യുവാൻ വേണ്ടി പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്ത് അത് നല്ല ഉറപ്പുണ്ടാകണം. അപ്പൊ പിശാചാണ് പരീക്ഷകൾ കൊണ്ടുവരുന്നത്. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാലാകുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ആ ഫലം കാണാൻ കൊള്ളാവുന്നതെന്ന് ആ സ്ത്രീ കണ്ടു, അല്ലെങ്കിൽ മനുഷ്യൻ കണ്ടു. അന്നേരമാണ് പിശാച് അവിടെ കൊണ്ടുവന്ന് ആ ട്രാപ്പ് അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന ആഗ്രഹം, ഇനി ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഈ ടെംപ്ടേഷൻ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ പാപം ചെയ്യുന്നില്ല. അതിൽ വീണ് കഴിയുമ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ടെംപ്ടേഷൻ ഇൻ ഇറ്റ്സെൽഫ് ഇസ് നോട്ട് സിൻ. The devil came and tempted our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാച് വന്ന് പരീക്ഷിച്ചത് കൊണ്ട് പാപമായില്ല, പരീക്ഷയിൽ വീണില്ല. പാപമൊഴികെ ഹല്ലേലൂയ എല്ലാത്തിലും നമ്മളെ പോലെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോയ ആളാണ് നമ്മുടെ കർത്താവ്. എല്ലാ തരത്തിലുള്ള ടെംപ്ടേഷൻസ് പിശാച് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മോഹം എന്താ, നമ്മുടെ ഡിസയർ എന്താ. ഒരു കാര്യം കണ്ടു കഴിയുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം വരുന്നു. ഒരു കാര്യം കേട്ട് കഴിയുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹം വരുന്നു. നമ്മൾ ഉടനെ ആ ആഗ്രഹത്തിന്റെ പിറകെ പോകുന്നു. അങ്ങനെയാ പാപമുണ്ടാകുന്നത്.
ഹല്ലേലൂയ. പിശാച് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുതരും. നമുക്കറിയാം, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരൻ ചെയ്യുന്നത് അതിൻ്റെ ആഹാരമോ അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും. അതവിടെ മുന്നിൽ കൊണ്ടുവച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആ പക്ഷിയോ ആ മൃഗമോ ഒരിക്കലും വേട്ടക്കാരൻ്റെ ആ പിടിയിൽ പെടുകയില്ല. കാരണം എന്താ? അവൻ ആ കെണിക്കകത്ത് വന്ന് ഇറങ്ങിക്കഴിയുമ്പം ഇത് ആഗ്രഹിച്ച് ഇതിൻ്റെ പുറകെ പോകുമ്പോഴാണ് കുഴപ്പക്കാരനായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പാപത്തിൽ പെട്ടുപോകുന്നത്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഇഷ്ടങ്ങളാണ്, അമിതമാകുന്ന മോഹമാണ്, ഹല്ലേലൂയ, നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആഗ്രഹം ദൈവത്തിൽ നിന്നാണോ? ഈ ആഗ്രഹം എനിക്കുണ്ടായത് എവിടുന്നാണ്? ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ പല സമയത്തും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കൽ അവന് വഴി കിടന്ന് നല്ല ഒരു പേഴ്സ് കിട്ടി. അതിനകത്ത് നിറച്ച് പണവും ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പേഴ്സ് കിട്ടി, അത് നിറച്ച് പണം ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഡ്രൈവർ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്നിട്ട് അയാളെ വിളിച്ചില്ലേ? നീ എന്താ അത് അയച്ചു കൊടുക്കാഞ്ഞത്? പുള്ളി പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയാമോ? ഇത് യഥാർത്ഥത്തിൽ പിശാച് കൊണ്ടുവന്നൊരു പരീക്ഷയാണോ അതോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടയാണോ എന്ന് എനിക്ക് അത് ചെക്ക് ചെയ്യണം. ഞാൻ പറയട്ടെ, പലപ്പോഴും നമ്മൾ ഇങ്ങനെയാ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മോഹങ്ങൾ വരുമ്പം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പം, അത് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നിന്നാൽ ഉണ്ടാകുന്ന കുഴപ്പം അതിലേക്ക് വീഴും. അപ്പൊ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഒരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. നോക്കിക്കോണേ, ആ വാക്കുകൾ ശ്രദ്ധിച്ചോണം. അവൻ ആകർഷിക്കപ്പെട്ടു, അവൻ വശീകരിക്കപ്പെട്ടു. അവൻ്റെ ഹൃദയത്തിനകത്തുണ്ടായ ഒരു ആഗ്രഹം, ആ ആഗ്രഹം അവൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ നിൽക്കുക, ഫ്രഷായിട്ട് നിൽക്കുക. ഒന്നുകിൽ അവന് കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ ചെവി കൊണ്ട് കേട്ടതുകൊണ്ടാകാം, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ നിരൂപിച്ചുണ്ടാക്കിയതാകാം. ഏത് വിധത്തിലുള്ളതാണെങ്കിലും അവൻ അവിടെ പാർക്ക് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഇഷ്ടപ്പെട്ട അവിടെ നിൽക്കുക. പിന്നെ കുറേശ്ശെ അവൻ അടുത്തോട്ട് ചെല്ലുക, വശീകരിക്കപ്പെടുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവഹിതത്തിന് വിപരീതമാകും എന്ന് നമ്മുടെ ഹൃദയത്തിനകത്തോട് ഒരു ചിന്തയെങ്കിലും കടന്നു പോകാറുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും അത് പെതുക്കെ അത് നമ്മളെ കുഴിയിലേക്ക് എത്തിക്കും. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ കരടിയെ പിടിക്കുന്നതിന് വേണ്ടി നോർത്തേൺ പാർട്ടിലുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള ഒരു കത്തി എടുക്കും അവർ. നല്ല വലുപ്പമുള്ള കത്തിയായിരിക്കും. ഈ കത്തി ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ രക്തത്തിൽ അത് മുക്കിയ ശേഷം ഇത് നല്ലവണ്ണം ഫ്രീസ് ചെയ്യും. അപ്പോൾ അതിന്റെ രക്തമെല്ലാം അതിന്റെ പുറത്ത് ചുറ്റിപ്പിടിച്ചിരിക്കും. പിന്നെയും അത് രക്തത്തിൽ മുക്കി വെച്ച ശേഷം പിന്നെയും അതിനെ തണുപ്പിക്കും. അടുത്തൊരു ലെയറും കൂടെ ആഡ് ചെയ്തു, അടുത്തൊരു ലെയറും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ഈ കത്തി മുഴുവൻ രക്തം കൊണ്ട് കോട്ട് ചെയ്യപ്പെട്ടതായിട്ട് വെച്ച ശേഷം അതിനെ പുറത്തു കൊണ്ട് എവിടെങ്കിലും സ്ഥാപിക്കും. കരടി ഇതിന്റെ മണം പിടിച്ചെടുത്ത ശേഷം അവിടേക്ക് കടന്നു വരും. നേരെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കത്തിയിൽ അത് നക്കും, ലിക്ക് ചെയ്യാൻ തുടങ്ങും. കുറച്ചങ്ങോട്ട് നക്കി കഴിയുമ്പോൾ അതിൻ്റെ തന്നെ നാക്ക് മുറിയും. നാക്ക് മുറിയുമ്പോൾ അത് വിചാരിക്കുന്നു നല്ല ചൂട് രക്തം വരുന്നുണ്ട്, അത് കുടിക്കുവാൻ വേണ്ടി പിന്നെയും ആവേശത്തോട് അത് ചെയ്ത് രക്തം വാർന്ന് അങ്ങനെ അതിനെ കൊല്ലുമെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഇന്നത്തെ സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരെണ്ണത്തെ കൊല്ലണമെങ്കിൽ. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അത് നല്ല ഒരു ഉദാഹരണമാണ്. പാപത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരുവൻ,
അതിലേക്ക് ചെന്ന് പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് വിട്ടോടുവാൻ എന്ന് പറഞ്ഞാൽ അവിടെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കരുത്. ഹല്ലേലൂയ. ചില വിഷയങ്ങളുടെ പുറത്ത് കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാറി നിൽക്കണം. ചില ആളുകളുമായിട്ട് ഇടപെട്ടാൽ പാപത്തിൽ ചെന്ന് പെടുമെങ്കിൽ നമ്മൾ മാറിപ്പോകണം. ചില കൂട്ടുകെട്ടുകൾ നമ്മളെ ദോഷത്തിൽ കൊണ്ടുപോകുമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകണം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ ഇവിടെ പറയുക, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. നോക്കതിന്റെ പ്രോസസ്സ് പറയുന്നത് നോക്ക്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റീപ്രൊഡക്റ്റീവ് ആക്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്താ പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ആരും പ്രഗ്നന്റ് ആയി അടുത്ത ദിവസം പ്രസവിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോസസ്സിനെയാണ് കാണിക്കുന്നത്. അവന്റെ ഹൃദയത്തിനകത്ത് മോഹം വന്നു. ആ മോഹം വല്ലാത്ത അതിമോഹമായിട്ട് മാറി. എന്നിട്ട് അവൻ പതുക്കെ അതിനോടുള്ള ചിന്തയായി കഴിഞ്ഞു, അതിനോടുള്ള റീസെർച്ച് ആയി കഴിഞ്ഞു, അത് കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള സന്തോഷമായി കഴിഞ്ഞു. അതിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു, അതിന്റെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ക്രമേണ അവൻ എന്നാ ചെയ്യും? അവൻ ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കോപം, നമ്മുടെ അസൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പാപവും, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും പുറകോട്ടൊന്ന് പോയി നോക്കാമെങ്കിൽ ചിലതിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹം കൊണ്ടുള്ളതാ. ഹല്ലേലൂയ. അപ്പം അത് ശോധന ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളതിൽ വീഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. കർത്താവിൻ്റെ അതേ രീതിയിൽ മുന്നോട്ട് പോകുവാൻ വിളിക്കപ്പെട്ടവരാ. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തൊക്കണം ഇടയായിത്തീരും. പലപ്പോഴും പല ദൈവദാസന്മാരും അങ്ങനെയുള്ള ദൈവവചനം പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള കുഴികളിലൊക്കെ ചെന്ന് ചാടുന്നതിൻ്റെ കാരണം അവരവരുടെ ഹൃദയത്തിനകത്ത് പല ചിന്തകളും കൊണ്ടുവന്ന ശേഷം അതിൻ്റെ പിറകെ അവർ പോകാൻ തുടങ്ങും. ആദ്യം വിചാരിക്കും അത് ഓക്കെ ആണെന്ന് വിചാരിക്കും, അത് ആകർഷണീയമാണെന്ന് തോന്നും. അവയ്ക്ക് എങ്ങനെയാണോ ഹല്ലേലൂയ തോന്നിയത്, അത് കാണാൻ ഭംഗിയുള്ളതെന്ന് അവരുടെ ഹൃദയത്തിനകത്ത് തോന്നും. അത് കിട്ടിയാൽ കൊള്ളാമെന്ന് അവരുടെ ഹൃദയത്തിനകത്ത് തോന്നും. ഹല്ലേലൂയ. അതിൻ്റെ പുറകെ പോയി അന്നേരം അതിൽ നിന്നുണ്ടാകുന്ന സന്തോഷത്തെ മാത്രം നോക്കി മുന്നോട്ട് പോയി അവസാനം ചെന്ന് ആ പ്രശ്നത്തിനകത്ത് അല്ലെങ്കിൽ ആ പാപത്തിനകത്ത് ചെന്ന് ചാടുന്നു. ഇനി ഇത് അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പാപം മുഴുത്തിട്ട് എന്ന് പറഞ്ഞാൽ പാപം വളർന്ന് മുഴുത്തിട്ട് പിന്നെ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഇതൊരു പാപം ചെയ്ത് അവിടെ നിൽക്കുകയല്ല. ഒരു പാപം ഒരാൾ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അവൻ അതും കൊണ്ട് ഓക്കെ ഒരു പാപം ചെയ്തു, അത് അവിടെ കൊണ്ട് അങ്ങ് നിൽക്കുകയല്ല. പിന്നെ അതിനെ കവറപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളായി, പിന്നെ അതിൻ്റെ മുന്നിലേക്ക് ഹല്ലേലൂയ അടുത്ത പോക്കായി. ചില ആളുകളുണ്ട് അങ്ങനെ ചെന്ന് കഴിയുമ്പം ആദ്യം ദൈവസന്നിധി വന്നൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ. ദൈവം നിശ്ചയമായിട്ടും ക്ഷമിക്കും. പക്ഷെ പിന്നെ പറ്റുന്ന കാര്യം എന്താണെന്നറിയാമോ? കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ആ ആഫ്റ്റർ ടേസ്റ്റും അന്നേരം ഉണ്ടാകുന്ന നൈമിഷികമായിട്ടുള്ള ആ സന്തോഷമൊക്കെ ഹൃദയത്തിനകത്ത് വരുമ്പം പിന്നെയും നമ്മളത് ചെയ്യുവാൻ തക്കോണം തയ്യാറായി തീരും. അത് നമ്മളെ ആപത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മരണത്തെ പെറുന്നു എന്ന് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പ്രോസസ്സാണ്. അത് മരണമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പാപം ചെയ്യുമ്പോൾ ഒരാൾ അന്നേരം മരിച്ചു പോകുന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ആദമും ഹവ്വയും പാപം ചെയ്തപ്പം അവര് പാപം ചെയ്യുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ ആ പഴം തിന്ന അതേ നിമിഷം അവർ മരിച്ചു വീണില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ദൈവമായിട്ടുള്ള ബന്ധം അതിനെ അത് അഫക്റ്റ് ചെയ്യുവാൻ തക്കണം ഇടയായി തീർന്നു.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, പലപ്പോഴും ഇങ്ങനെ പാപത്തിൽ വീണും പിന്നെ എഴുന്നേറ്റും പിന്നെയും പാപത്തിൽ വീണും പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെയായിത്തീരുന്നു. ആ റിലേഷൻഷിപ്പ് അത് ഡെഡായി മാറുന്നു, അല്ലെങ്കിൽ അതിന് ഹല്ലേലൂയ ഭംഗം സംഭവിക്കുന്നു. ഇന്ന് രാത്രി നമ്മളിത് മനസ്സിലാക്കിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, അതുണ്ടാക്കുന്ന ആ ദോഷം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നിശ്ചയമായിട്ടും ഇതിന്റെ പിടിയിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ തക്കണം സാധിക്കും. കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, നമ്മൾ ആരും ഇതിനെക്കുറിച്ച് പറയാറില്ല. പാപം ചെയ്യരുതെന്നുള്ള ഒരൊറ്റ വാക്കേ മാത്രം നമ്മൾ പറഞ്ഞവിടെ നിർത്തും. പക്ഷേ നമ്മൾ പലപ്പോഴും ജഡത്തിന്റെ പ്രവൃത്തികളിനകത്തൂടെ പൊയ്ക്കൊണ്ടായിരിക്കുന്നത്. എന്താണ് അതിന്റെ കുഴപ്പം? ദൈവമായിട്ടുള്ളൊരു ബന്ധമില്ല. ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ വരുമ്പം നമുക്ക് ഹല്ലേലൂയ കയ്യിൻ കൊണ്ടുവന്നതുപോലുള്ള കുറെ ആരാധനയും നമ്മുടെ ദൃഷ്ടി നല്ലതെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ദൈവമായിട്ടുള്ള ബന്ധം നിൽക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഭൂമിയിലെ ചില നന്മ മാത്രമല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ഹല്ലേലൂയ, കർത്താവുമായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം നഷ്ടപ്പെടുത്തുന്ന ഒറ്റ കാര്യത്തിൽ നമ്മൾ പെടാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് പറയുക, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. കാരണം എന്താണെന്നറിയാമോ? നമ്മളെ ലിസ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ലിസ്റ്റിനകത്ത് പെടുന്ന പാപങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ എല്ലാ വിധത്തിലും ഓക്കെ ആണെന്ന് നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കുകയാണ് യാതൊരു വിധത്തിലും ഒരു കുഴപ്പമില്ല. ഇച്ചിരി കള്ളം പറഞ്ഞെന്ന് വിചാരിച്ചെന്നാ കുഴപ്പം, ഒന്ന് അസൂയപ്പെട്ടെന്ന് വിചാരിച്ചെന്നാ കുഴപ്പം, ദേഷ്യപ്പെട്ടെന്ന് വിചാരിച്ചെന്നാ കുഴപ്പം. ഹല്ലേലൂയ. ഒരാളെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചെന്നാ കുഴപ്പം, അപ്പൊ കുറെ പ്ലഷേഴ്സ് ഒക്കെ ആയെന്ന് വിചാരിച്ചെന്നാ കുഴപ്പം. പക്ഷേ അതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തിയും അത് പാവവുമാണ്. അത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. കുറേശ്ശെ ദൈവമായിട്ട് അകലാൻ ഇടയായിത്തീരും. കുറേശ്ശെ ദൈവകൃപയിൽ നിന്ന് വിട്ടുപോകുവാൻ ഇടയായിത്തീരും. പിന്നെ അതിന്റെ അവസാനം ഏത് രീതിയിലാകും എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറി കുറെ ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ ഹൃദയത്തിലെ വിശ്വാസവും എല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് നമ്മൾ വായിച്ചൊരു കാര്യമാണ്, പ്രിയ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. ഹല്ലേലൂയ. അവരനുഭവിച്ച സകല വിധത്തിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അവര് മേഘസ്തംഭം, ഹല്ലേലൂയ, അവർക്കുണ്ടായിരുന്നു. അഗ്നി തൂണ്, രാത്രിയിൽ അവർക്ക് വെളിച്ചവും ചൂടും ഒക്കെ നൽകുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. അവര് പാറയിൽ നിന്ന് കുടിച്ചവരാ, അവര് സ്വർഗീയ ആഹാരം കഴിച്ചവരാ, നല്ല അനുഭവമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാ. പക്ഷെ അടുത്ത പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? എന്നാൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നമ്മൾ ചില സമയത്ത് നോക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ കുറെ ആത്മീയ പൈതൃകവും നമ്മുടെ ആത്മീയമായിട്ടുള്ള കുറെ അനുഭവങ്ങളുമാ. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് അവൻ നമുക്ക് തരുന്നു. ദൈവം ദയാലുവായതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം അവൻ കൂട്ടുനിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എല്ലാ വിധത്തിലും ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്നു എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജഡത്തിന്റെ പ്രവൃത്തികളെ അതിനെ ഉരിഞ്ഞു കളഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു എഫർട്ട് ഉണ്ടാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിലെ ഓരോ ആഗ്രഹവും അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നത് ചെറിയൊരു ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. തിമത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗം ഒന്ന് വായിക്കാം. 1 തിമത്തിയോസ് 6-ാം അധ്യായം അതിന് 9, 10, 11 വാക്യങ്ങളൊന്ന് വായിക്കാം. 1 തിമത്തിയോസ് 6-ാം അധ്യായം 9, 10, 11. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും അപ്പം ആഗ്രഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അവര് കെണിയിൽ കുടുങ്ങും. അടുത്തത്, മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. അവര് പല മോഹങ്ങൾക്കും ഇരയായി തീരും.
ദ്രവ്യ മനുഷ്യൻ ദ്രവ്യ നശിച്ചു പോകുന്നതിന് കാരണമാകുന്ന പല മോഹങ്ങൾക്കും ഒന്നിന്റെ പുറകെ പോയതേ ഉള്ളൂ, അത് പല മോഹങ്ങൾക്കും അത് കാരണമായി തീരും. അടുത്തത്, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ആ ചിലർ കാംക്ഷിച്ചിട്ട് ആ വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നോക്ക്, ചെറിയൊരു കാര്യമാവും, അതിന്റെ പുറകെ ആഗ്രഹിച്ചു പോയി അവസാനം അത് അവരെ ദൈവത്തിൽ നിന്ന് മാറ്റുന്ന അവസ്ഥയിലേക്ക് വന്നു. അടുത്ത വാക്യം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീ അത് വിട്ടോടി. നീതി, ആ ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ പിന്തുടരണം എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ് എഫർട്ട് നമ്മുടെ ഭാഗത്തുണ്ടാകണം. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മളെ തന്നെ ചോദ്യം ചെയ്യുകയും ഇതെന്നെ ഏതിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുകയും, അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭക്തിയുടെ പുറകെ, ഹല്ലേലൂയ, നമ്മൾ ക്ഷമയുടെ പുറകെ, നമ്മൾ സ്നേഹത്തിന്റെ പുറകെ, ഹല്ലേലൂയ, നമ്മൾ റൈച്ചസ്നെസ്സിന്റെ പുറകെ പോകുന്നവരായി തീരണം. നമ്മുടെ ആഗ്രഹം എന്താ? കുറച്ചും കൂടെ പണം സമ്പാദിക്കണം എന്നുള്ളതാണോ? നമ്മുടെ ആഗ്രഹം എന്താ? സുഭിക്ഷമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണോ? നമ്മുടെ ആഗ്രഹം എന്താ? ഏത് കാര്യമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്? ഇന്ന് രാത്രി നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമായത്, ഏത് കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്? ഏത് കാര്യം കിട്ടുമ്പോഴാണ് എനിക്ക് സന്തോഷം? കുറച്ച് പണം കിട്ടുമ്പോഴാണോ എനിക്ക് സന്തോഷം? എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമ്പോഴാണോ എനിക്ക് സന്തോഷം? ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് അയ്യോ എനിക്കതിന് സമയമില്ല എന്നൊരു ചിന്തയാണോ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുന്ന ഒരു കാര്യം, അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യാമെന്നാ. ഈ 17-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും കൂടെ നമുക്കൊന്ന് വായിച്ച് ഇന്ന് രാത്രിയിലത്തെ ഈ ചിന്ത നമുക്കൂടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. നോക്കിയേ, നല്ല ദാനങ്ങളെല്ലാം തികഞ്ഞ വരമൊക്കെയും ആരിന്ന് വരുന്നു? ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് പുറകെ പോവുകയാ. പിശാച് അതിന് തക്കോണമുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് തരികയാ. അത് കണ്ടേച്ച് നമ്മൾ അല്പനിമിഷത്തെ സന്തോഷം ചിന്തിച്ച് അതിന്റെ പുറകെ പോയി കുഴപ്പത്തിൽ ചാടുകയാ. എന്നാൽ അതിന്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയുക, എല്ലാം നല്ല ദാനവും. അപ്പൊ ദൈവം ദാനം കൊടുക്കുന്നവനാണോ? നിശ്ചയമായിട്ടുമാണ്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് ചേരുന്നത്. ഹല്ലേലൂയ. എനിക്ക് ചേരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കണമേ. കണ്ടിട്ട് നല്ല ചുരിദാറാണെന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട്, ഏറ്റവും വിലപിടിപ്പുള്ളതാണ്, പക്ഷെ നമുക്ക് ചേരാത്തതാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പൊ ദൈവം തരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് ചേരുന്നതാ തരുന്നേ. പെർഫെക്റ്റ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നേ അതാ. എനിക്ക് വേണ്ട കാര്യം, എനിക്ക് ഹല്ലേലൂയ ഈ ഭൂമി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യം, എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം, ദൈവത്തോട് ഒരു പടിയും കൂടെ അടുപ്പിക്കുന്ന നല്ല ഗിഫ്റ്റുകൾ, ഇതെല്ലാം ഹല്ലേലൂയ ദൈവത്തിൽ നിന്നാ വരുന്നേ. നല്ല ദാനം, ഹല്ലേലൂയ തികഞ്ഞ വരം, ഇതൊക്കെ ദൈവത്തിൽ നിന്നാ വരുന്നത്. അതുകൊണ്ടാ പറഞ്ഞേക്കുന്നത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ കണ്ണിന്റെ മോഹത്തിനനുസരിച്ച് പോകരുത്. ഹല്ലേലൂയ. അങ്ങനെ പോയാൽ നിങ്ങൾ പാപത്തിൽ പെടും. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള തികഞ്ഞ ദാനം കിട്ടുവാൻ തക്കവണ്ണം, ദൈവത്തിൽ നിന്നുള്ള തികഞ്ഞ വരം ലഭിക്കുവാൻ തക്കവണ്ണം ഉയരത്തിലുള്ള നമ്മുടെ പിതാവിന്റെ അരികിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പറയണം. അടുത്ത ആഗ്രഹം പറഞ്ഞിരിക്കുന്നത്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനവുമില്ല എന്ന് പറഞ്ഞാൽ അവന് യാതൊരു വിധത്തിലുമുള്ള വേരിയേഷൻ ഇല്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഒരു വിധത്തിനുമുള്ള ചേഞ്ച് അവനില്ല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതാ, അവൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാ, അവൻ ദാനം നൽകാന്ന് പറഞ്ഞാൽ അവൻ നൽകും, അവൻ വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്തവനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പലതും മാറിപ്പോകും. എന്നാൽ ദൈവം നൽകുന്ന ദാനമെല്ലാം ഇങ്ങനെയാ.
അവനൊരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസ്തയോടുകൂടെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് അപ്പോസ്തലനല്ല, പഴയ നിയമത്തിലെ ഹല്ലേലൂയ യാക്കോബ് തനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു. അമ്മായിപ്പന്റെ അടുക്കുന്ന ഓടി വരുമ്പം അവൻ വളരെ ബഹുസമ്പന്നനായിരുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്നാൽ ആ സമ്പത്തെല്ലാം വിവാഹിച്ച് ഹല്ലേലൂയ കടവ് കടത്തി അപ്പുറത്തേക്ക് വിട്ട ശേഷം താൻ ഒറ്റയ്ക്കായി ആ സ്വത്തെല്ലാം തൻ്റെതാ. പക്ഷേ അന്ന് രാത്രിയിൽ അവനോട് മല്ലടിക്കാമെന്ന ദൈവത്തോട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, യാക്കോബിന് അതുവരെ ഉണ്ടായിരുന്നത് മുഴുവൻ കുറെ സമ്പത്തുണ്ടാക്കണമെന്നായിരുന്നു. അതുവരെ ഉണ്ടായിരുന്നത് മുഴുവൻ കുറെ ആടുമാടുകൾ ഉണ്ടാകണമെന്നായിരുന്നു. കാരണം അന്നത്തെ സമയത്തെ ഏറ്റവും വലിയ സമ്പത്തതാ. ദൈവം അവൻ അതെല്ലാം കൊടുത്തു, ഇഷ്ടം പോലെ കൊടുത്തു. എന്നാൽ ആ യാബോക്ക് കടവിന്റെ ഹല്ലേലൂയ അതിന്റെ അടുക്കല് അവന്റെ കണ്ണ് ദൈവം തുറന്നു. അന്ന് രാത്രിയിൽ അവൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കാര്യം നല്ല ദാനം വരുന്നത് ദൈവത്തിൽ നിന്നാണ് അന്ന് യാക്കോബിന് മനസ്സിലായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മുടെ ഹൃദയത്തിന്റെ അല്പ സന്തോഷത്തിന് വേണ്ടി, അല്പമായിട്ടുള്ള ആ ഒരു നല്ല വികാരത്തിന് വേണ്ടി, നല്ല ആ ഫീലിന് വേണ്ടി നമ്മൾ പലപ്പോഴും പലതിൻ്റെയും പുറകെ പോകാറുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം നല്ലതാണോ. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ദൈവം തരും. ദൈവത്തിലാണ് നോക്കേണ്ടത്. അവന് യാതൊരു മാറ്റവുമില്ല. ഹല്ലേലൂയ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവന്റെ മക്കളായി തീർന്നു. ഹല്ലേലൂയ. അവന്റെ മക്കളാണെങ്കിൽ അവന് യോഗ്യമായിട്ടുള്ള ഗിഫ്റ്റ് കിട്ടുന്ന ഒരു സമയമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിക്കുകയായിരുന്നു. എന്നോട് ഇങ്ങനെ പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. എന്താണെന്ന് അറിയത്തില്ല. ആ മനുഷ്യൻ അങ്ങനെയൊക്കെ ദൈവത്തെ സേവിച്ചു, പക്ഷെ മക്കളൊന്നും ഗതി പിടിച്ചില്ല. ഞാൻ പറഞ്ഞു, ആ വർത്തമാനം ശരിയല്ല. ദൈവത്തിന്റെ വചനത്തിനകത്ത് അങ്ങനെയല്ല കാണുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എന്നെ അനുസരിച്ചിറങ്ങാമെങ്കിൽ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കി മാറ്റും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്നെ ശപിക്കുന്നവരെല്ലാം ശപിക്കപ്പെടും. വലിയ വാഗ്ദത്തമൊക്കെ കൊടുത്ത് അബ്രഹാമിനെ ഇറക്കി കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. ആ പോന്ന വഴിയിലും ലോത്ത് നല്ലത് തെരഞ്ഞെടുത്തു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിന്റെ ഹൃദയം വിഷമിച്ചു. ദൈവം അവനോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കാൻ പറഞ്ഞു. ഭൂമിയിലെ മണലിനെ നോക്കാൻ പറഞ്ഞു. അതുപോലെ ഞാൻ നിനക്ക് സന്തതികളെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം സന്തതിയെ കൊടുത്തപ്പം എത്ര സന്തതികളെ കൊടുത്തു നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആ ദേശത്ത് കൊണ്ടുവന്നു. ആ ദേശമെല്ലാം നൽകാമെന്ന് പറഞ്ഞ, പക്ഷെ അബ്രഹാം അവിടെ കൂടാരത്തിൽ പാർത്തു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞപ്പം അതിനകത്ത് ഇസാക്ക് ഉണ്ടായിരുന്നു, അതിനകത്ത് യാക്കോബ് ഉണ്ടായിരുന്നു, അതിനകത്ത് യാക്കോബിന്റെ 12 മക്കളുണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ലക്ഷോപലക്ഷം ആളുകളെ കണ്ടുകൊണ്ടാണ് അബ്രഹാമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഒരു ജാതിയാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മളെ അവൻ മക്കളാക്കി മാറ്റിയുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് ഞാൻ പ്രതിസന്ധി കൂടെ പോകുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇന്ന് ഞാൻ കഷ്ടതയുടെ പോകുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ അവസാനമുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരിക്കലും വാടാത്ത, ഒരിക്കലും ക്ഷയം സംഭവിക്കാത്ത, ഒരിക്കലും നശിച്ചു പോകാത്ത നല്ല ഒരു സമ്പത്ത് ഹല്ലേലൂയ എനിക്ക് തരുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇവിടെയും നമുക്ക് ലഭിക്കും. നമ്മളെ ദൈവം കണ്ടേക്കുന്നത് എങ്ങനെയാ? പണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ആലോചനയൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറയുമ്പോൾ എന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് ഞാൻ. പക്ഷേ എന്നിൽ എൻ്റെ സന്തതി ഉണ്ടെന്നും അതിൻ്റെ സന്തതികളുണ്ടെന്നും കർത്താവ് വരാൻ താമസിച്ച താഴോട്ടുള്ള തലമുറയുണ്ടെന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം എൻ്റെ കണ്ണ് തുറന്നപ്പം എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ആഗ്രഹത്തിന്റെ പുറകെ പോകുമ്പോൾ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. അതുകൊണ്ടാ
യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ പറയും, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഇപ്പം നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഇപ്പം നിങ്ങൾക്ക് പ്രയാസമുണ്ട്, അതിൻ്റെ നടുവിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പാപത്തിൻ്റെ വഴി പോകരുത്. കാരണം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരങ്ങളിലുള്ള ഹല്ലേലൂയ വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവനിൽ ഒരു മാറ്റവുമില്ല. അവൻ വാക്ക് പറഞ്ഞ പാലിക്കുന്നവനാ, അവൻ തരാമെന്ന് പറഞ്ഞാൽ തരുന്നവനാ, അവൻ എനിക്ക് വേണ്ടി ഒരുക്കി വെക്കാമെന്ന് പറഞ്ഞാൽ ഒരുക്കി വെക്കുന്നവനാ. ഹല്ലേലൂയ. അത് മാത്രമല്ല, സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് അവന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ, ആ വാക്കിനകത്തൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. തന്റെ ഇഷ്ടം ഹേതുവായി എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലതും ചെയ്തേച്ചല്ല. ഹല്ലേലൂയ. ഞാൻ അതിന് തക്കവണ്ണമുള്ള കാര്യം ചെയ്തേച്ചല്ല. എന്നോടൊരു ഇഷ്ടം തോന്നിയിട്ട്, എന്നോടൊരു കരുണ തോന്നിയിട്ട്, തൻ്റെ ഇഷ്ടപ്രകാരം സത്യത്തിന്റെ വചനത്താല് എന്നെ ജനിപ്പിച്ചു, നിങ്ങളെ ഓരോരുത്തരെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ അവൻ ഹല്ലേലൂയ അവന്റെ മക്കളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവനുള്ളതെല്ലാം എനിക്കുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടാകുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ ആകർഷിക്കപ്പെട്ടിട്ട് പോകുന്നു. ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനെ ശോധന ചെയ്ത് മാറിപ്പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ആഗ്രഹത്തിൻ്റെ പുറകെ പിന്നെയും പോകണമെന്നൊരാഗ്രഹം, പിന്നെയും അതിനോട് കുറച്ചുകൂടെ അടുത്ത് ചെല്ലുന്നു, അടുത്ത സ്റ്റെപ്പ് കുറച്ചുകൂടെ പോകുന്നു. അങ്ങനെ മോഹം നമ്മുടെ ഹൃദയത്തിനകത്ത് നിഴലിട്ട് കുറച്ച് കഴിയുന്നുണ്ടേ ഹല്ലേലൂയ അത് പാപത്തെ പ്രസവിക്കുന്നു. അത് മാത്രമല്ല, പാപം പിന്നെ മുഴുത്തിട്ട് അത് മരണമുണ്ടാക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ദൈവത്തിൽ നിന്നുള്ള ആ ബന്ധത്തിൽ നിന്ന് പോകാതെ വണ്ണം നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവിനോടൊന്ന് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം.